ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ക്രിയേറ്റേഴ്സിനും വളരെയധികം തലവേദനയുണ്ടാക്കുന്ന ഒന്നാണ് കോപ്പിറൈറ്റ് വന്ന് നമുക്ക് ചാനൽ വരെ ടെർമിനേഷൻ സംഭവിക്കാം. അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോപ്പിറൈറ്റിനെ കുറിച്ചാണ് നോക്കുന്നത്. എന്താണ് കോപ്പിറൈറ്റ്, എങ്ങനെയാണ് ഇത് വരുന്നത്, ഇത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കോപ്പിറൈറ്റ് രണ്ട് തരത്തിലുണ്ട്: കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് ക്ലെയിം. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് റിമൂവൽ റിക്വസ്റ്റ് എന്താണ് എന്ന് നോക്കാം. കോപ്പിറൈറ്റ് ഓണർ അവരുടെ വീഡിയോ മറ്റേതെങ്കിലും ചാനലിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കും. ഇതിനെയാണ് കോപ്പിറൈറ്റ് റിമൂവൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ടേക്ക് ഡൗൺ നോട്ടീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കോപ്പിറൈറ്റ് റിമൂവൽ റിക്വസ്റ്റിലൂടെ ഏതെങ്കിലും വീഡിയോ റിമൂവ് ചെയ്യുമ്പോൾ ആ ചാനലിൽ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എല്ലാം വരാം. മറ്റൊരാളുടെ കണ്ടന്റ് ഇത് അനുവാദമില്ലാതെ നമ്മുടെ ചാനലിൽ യൂസ് ചെയ്യുമ്പോഴാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എല്ലാം ലഭിക്കുന്നത്. ഇങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഒന്നാമതായി, ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമ്പോൾ ഇത് എക്സ്പയർ ആവാൻ 90 ദിവസമാണ് എടുക്കുക. അതിനാൽ തന്നെ നമുക്ക് 90 ദിവസം വെയിറ്റ് ചെയ്ത് ഇത് എക്സ്പയർ ആകുന്നത് വരെ കാത്തിരിക്കാം. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇഷ്യൂസ് ഒന്നും നമ്മുടെ ചാനലിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് കോപ്പിറൈറ്റ് ഓണറെ കോണ്ടാക്ട് ചെയ്ത് അവരോട് ഈ ഒരു കംപ്ലൈന്റ് പിൻവലിക്കാൻ റിക്വസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യുക എന്നതാണ്. നമ്മുടെ മിസ്റ്റേക്ക് അല്ലാതെ തെറ്റായ രീതിയിലെല്ലാമാണ് നമ്മുടെ ചാനലിൽ നിന്നും ഒരു വീഡിയോ റിമൂവ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യാം. നമ്മൾ പലരും കേട്ടു കാണും കണ്ടന്റ് ID ക്ലെയിം എന്നെല്ലാം. ഇത് എന്താണ് എന്ന് നോക്കാം. കണ്ടന്റ് ID ക്ലെയിം എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റഡ് കോപ്പിറൈറ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഇത് നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയുമായി മാച്ച് ചെയ്യുമ്പോഴെല്ലാം ഇത്തരത്തിൽ കണ്ടന്റ് ID ക്ലെയിം വരാം. അതായത് കണ്ടന്റ് ID ഉപയോഗിച്ച് ആരെങ്കിലും ഇവരുടെ മെറ്റീരിയൽ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഡിറ്റക്ട് ചെയ്തതിനു ശേഷം അവർക്ക് ഒരു കണ്ടന്റ് ID ക്ലെയിം ലഭിക്കുകയും ചെയ്യും. ഇവിടെ കോപ്പിറൈറ്റ് റിമൂവൽ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് പകരം ഓട്ടോമാറ്റിക്കായി ഒരു കണ്ടന്റ് ID ക്ലെയിം ആണ് ലഭിക്കുക. കോപ്പിറൈറ്റ് ഓണർ എന്താണ് കണ്ടന്റ് ID ക്ലെയിമിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നതിനനുസരിച്ച് കോപ്പിറൈറ്റ് ക്ലെയിമിന്റെ സ്വഭാവത്തിൽ മാറ്റമെല്ലാം സംഭവിക്കാം. കണ്ടന്റ് ID ക്ലെയിം വരുമ്പോൾ നമുക്ക് സാധാരണ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ബ്ലോക്ക് ഓപ്ഷൻ ആണ്. അതായത് ആർക്കാണോ കണ്ടന്റ് ID ക്ലെയിം കിട്ടിയിരിക്കുന്നത് ആ വീഡിയോ മറ്റുള്ളവർക്ക് കാണാത്ത തരത്തിൽ ബ്ലോക്ക് ചെയ്യപ്പെടും. അടുത്ത ഓപ്ഷൻ മോണിറ്റൈസ് ഓപ്ഷൻ ആണ്. അതായത് നമുക്ക് അവരുടെ കണ്ടന്റ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ലഭിക്കും, എന്നാൽ നമുക്ക് റവന്യൂ ഷെയർ ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ ഓപ്ഷൻ ഇത് കണ്ടന്റ് ട്രാക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കോപ്പിറൈറ്റ് ഓണർ അവരുടെ കണ്ടന്റ് ട്രാക്ക് ചെയ്യും. ഇത് ഓരോ റീജിയൻ അല്ലെങ്കിൽ ഓരോ കൺട്രിക്ക് അനുസരിച്ചും ഈ ഓപ്ഷനിലെല്ലാം മാറ്റം വരാം. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അതുപോലെ കണ്ടന്റ് ID ക്ലെയിം ഇവ തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസം, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരികയാണെങ്കിൽ ഇത് നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ ചാനലിനെ എല്ലാം ബാധിക്കാം. എന്നാൽ കോപ്പിറൈറ്റ് ക്ലെയിം സാധാരണയായി നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ അക്കൗണ്ടിനെ ബാധിക്കാറില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുമ്പോൾ നമ്മുടെ ചാനലിൽ സംഭവിക്കുന്നത് എന്തെല്ലാം എന്ന് നോക്കാം. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇതൊരു വാർണിംഗ് ആയിട്ടാണ് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നത്. ആദ്യത്തെ സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് സ്കൂൾ കംപ്ലീറ്റ് ചെയ്യണം. കോപ്പിറൈറ്റ് സ്കൂൾ കംപ്ലീറ്റ് ചെയ്യുക വഴി ക്രിയേറ്റേഴ്സിന് കോപ്പിറൈറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ ഭാവിയിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ഇനി വീണ്ടും 3 സ്ട്രൈക്ക് എല്ലാം വരുമ്പോൾ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകും. അതുപോലെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആകും. ഇത്തരത്തിൽ സംഭവിച്ചവർക്ക് അവർക്ക് പിന്നീട് ചാനൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല. അതിനാൽ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് ഒന്നും നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അവരുടെ കണ്ടന്റ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫെയർ യൂസ് പോളിസി യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടന്റ് മാത്രം നിങ്ങളുടെ ചാനലിൽ ഉപയോഗിക്കുക.
ഇനി നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്ന കോപ്പിറൈറ്റ് വീഡിയോസ് ഇതെങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയതിനു ശേഷം കണ്ടന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊരു ഫിൽട്ടർ ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കോപ്പിറൈറ്റ് ക്ലെയിംസ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഏതെല്ലാം വീഡിയോക്കാണ് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്നത് അതെല്ലാം താഴേക്ക് കാണാൻ സാധിക്കും. ഇനി കോപ്പിറൈറ്റ് ക്ലെയിം വരുമ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വരുമ്പോൾ നമുക്ക് പലർക്കും ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് വന്ന് കാണും. കോപ്പിറൈറ്റ് കണ്ടന്റ് ഫൗണ്ട്. ദി ഓണർ അലോസ് ദി കണ്ടന്റ് ടു ബി യൂസ്ഡ് ബട്ട് യു കനോട്ട് മോണിറ്റൈസ് യുവർ വീഡിയോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കണ്ടന്റ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കോപ്പിറൈറ്റ് ഓണർ തന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കണ്ടന്റ് യൂസ് ചെയ്യുന്നതിനുള്ള റവന്യൂ ഇത് നമ്മൾ കോപ്പിറൈറ്റ് ഓണർക്ക് നൽകേണ്ടി വരും. ഇത്തരത്തിൽ ഒരു ക്ലെയിം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ഇത്തരത്തിൽ ഒരു ക്ലെയിം വന്നാൽ നമുക്ക് സി ഡീറ്റെയിൽസ് എന്നതിൽ പോയാൽ നമുക്ക് കോപ്പിറൈറ്റ് ഓണർ ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ എന്തുകൊണ്ടാണ് നമുക്ക് കോപ്പിറൈറ്റ് വന്നിരിക്കുന്നത്, എവിടെയാണ് നമുക്ക് കോപ്പിറൈറ്റ് വന്നിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായി ഞാനൊരു 10 മിനിറ്റ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നു. ഇതിൽ എവിടെയാണ് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്നത് എന്ന് ടൈം സ്റ്റാമ്പ് രൂപത്തിൽ കാണാൻ സാധിക്കും. ഉദാഹരണമായി ടൈം സ്റ്റാമ്പിൽ 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ എന്ന് കാണിക്കുമ്പോൾ നമുക്ക് ഈ ഒരു 10 മിനിറ്റ് വീഡിയോയിൽ 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെയുള്ള 1 മിനിറ്റിലാണ് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ ടൈം സ്റ്റാമ്പിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോപ്പിറൈറ്റ് വന്നിരിക്കുന്ന ഭാഗം കാണാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ വന്നിരിക്കുന്ന ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ഇത് നിങ്ങൾ ഒരു സോങ് യൂസ് ചെയ്തത് കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ നമുക്ക് നമ്മുടെ റവന്യൂ നഷ്ടമാകാതിരിക്കാൻ എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ക്ലെയിം ഇൻഫർമേഷൻ ലഭിക്കുന്ന സൈഡിൽ ഒരു 3 ഡോട്ട് വരും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആക്ഷൻ എടുക്കാൻ സാധിക്കുക. ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷനാണ് ലഭിക്കുക. ഒന്നാമതായി ട്രിം സെഗ്മെന്റ്, രണ്ടാമതായി റീപ്ലേ സോങ്, മൂന്നാമതായി മ്യൂട്ട്, നാലാമതായി ഡിസ്പ്യൂട്ട്. ഇങ്ങനെയുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രിം സെഗ്മെന്റ്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലെയിം വന്നിരിക്കുന്ന ഭാഗം ട്രിം ചെയ്ത് കളയാം. അതായത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്നും ഒഴിവാക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സോങ് റീപ്ലേസ് ചെയ്യാം. അതായത് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന സോങ് മാറ്റി പുതിയ ഒരു സോങ് നമുക്ക് യൂട്യൂബിന്റെ ഓഡിയോ ലൈബ്രറിയിൽ നിന്നും സെലക്ട് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്യുക വഴി നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ മ്യൂട്ട് സോങ് ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന സോങ് മ്യൂട്ട് ചെയ്യാം. അതിനാൽ തന്നെ ഈ സോങ് മറ്റാർക്കും കേൾക്കാൻ സാധിക്കില്ല. ഇങ്ങനെയും നമുക്ക് ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാം. നാലാമത്തെ ഓപ്ഷൻ ഡിസ്പ്യൂട്ട് ക്ലെയിം ആണ്. നമുക്ക് ക്ലെയിം വന്നിരിക്കുന്ന കണ്ടന്റ് ഇത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ നേരത്തെ നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നാലാമത്തെ ഓപ്ഷൻ യൂസ് ചെയ്ത് ക്ലെയിം ഡിസ്പ്യൂട്ട് ചെയ്യാം. ക്ലെയിം ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല നല്ല അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്